ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്ലസ് ടു കഴിഞ്ഞിട്ട് നീറ്റോ കീമോ അങ്ങനെയുള്ള ഒരു എൻട്രൻസ് എക്സാമും ഇല്ലാണ്ട് എങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡിൽ ജോലിക്ക് കയറിയെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് LBSന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ് LBS, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് അതിന്റെ എലിജിബിലിറ്റി, എന്തൊക്കെ കോഴ്സുകളാണ് LBSൽ ഉള്ളത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ടെക്നിക്കൽ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് അലോട്ട്മെന്റ്സും അതുപോലെ അഡ്മിഷനും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓട്ടോണോമസ് ബോഡിയാണ് LBS. ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 ബയോളജി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഇതുപോലുള്ള സബ്ജക്റ്റിന് 50% എബോവ് മാർക്ക് വേണം. അനദർ കാറ്റഗറി ആയിട്ടുള്ള SC/ST അതുപോലെ OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 45% എബോവ് മാർക്ക് വേണം. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ നീറ്റോ കീമോ അങ്ങനെയുള്ള ഒരു എൻട്രൻസ് എക്സാമിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ +2 മാർക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ത്രൂ ആയിരിക്കും ഈ ഒരു അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെന്റ് കോളേജുകളിലേക്ക് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ 50% വരുന്ന മെറിറ്റ് സീറ്റുകളിലേക്കും ഈ ഒരു അലോട്ട്മെന്റ് ത്രൂ ആയിരിക്കും നമുക്ക് സീറ്റ് കിട്ടുന്നുണ്ടാവുക. +1 എങ്ങനെയാണോ അലോട്ട്മെന്റ് ത്രൂ അപ്ലിക്കേഷൻ കൊടുത്തത് അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവുക. നഴ്സിംഗും അതുപോലെ തന്നെ 15ഓളം പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നമ്മൾ ഈ ഒരു അലോട്ട്മെന്റ് ത്രൂ ആയിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു അലോട്ട്മെന്റിലൂടെ ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്തത് എന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ OT/AT കോഴ്സാണ് പഠിച്ചത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഇപ്പോൾ ഡിപ്ലോമ കോഴ്സ് മാത്രമേ ഉള്ളൂ, ഡിഗ്രി നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ പഠിച്ചത് DOT/AT കോഴ്സാണ്. ഞാനിപ്പോൾ ഒരു അനസ്തീഷ്യ ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അനസ്തീഷ്യ ടെക്നീഷ്യൻ കോഴ്സിൽ OT ആൻഡ് AT വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അനസ്തീഷ്യ ടെക്നീഷ്യനും OT ടെക്നീഷ്യനും അതുപോലെ സ്ക്രബ് ടെക് ആയിട്ട് നമുക്ക് ഒരു കോഴ്സ് പഠിച്ചാൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കോഴ്സിന്റെ വേക്കൻസിനെ കുറിച്ചും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോഴ്സിന് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസിയാണ്, എങ്കിൽ പോലും നമുക്ക് സ്കോപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ 2 ഇയറും 6 മന്ത് ഇന്റേൺഷിപ്പും ആണ്. അതുപോലെ ഡിഗ്രി ആണ് പഠിക്കുന്നതെങ്കിൽ 3 ഇയർ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പും ആയിട്ടായിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഡിപ്ലോമ കോഴ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആയിരിക്കും നമ്മുടെ ഒരു മെയിൻ എക്സാം ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടാവും. +2 കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ പാരാമെഡിക്കൽ കോഴ്സോ അല്ലെങ്കിൽ നഴ്സിംഗോ പഠിക്കാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും LBSനെ പറ്റി അറിഞ്ഞിരിക്കണം. LBS അലോട്ട്മെന്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ +2 മാർക്ക് ബേസിലായിരിക്കും. ആ ഒരു മാർക്ക് ബേസിലായിരിക്കും നമുക്ക് ബാക്കിയുള്ള അലോട്ട്മെന്റ്സിൽ സീറ്റുകൾ കിട്ടുന്നുണ്ടാവുക. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പാരാമെഡിക്കലോ അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സുകൾക്കോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ, കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ LBS സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോളുക. +2 കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ നഴ്സിംഗോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സോ എന്തെങ്കിലും പഠിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു അലോട്ട്മെന്റിനെ കുറിച്ച് അറിയാണ്ട് ആർക്കും ഈ ഒരു വർഷത്തെ LBS മിസ്സാവരുത്. അപ്പൊ എന്തായാലും മറക്കാതെ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്യും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്